ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിക്കുന്നത്. അതിന് മുമ്പ് ഇലക്ഷന് മത്സരിക്കുന്നതിന് 5 മാസം മുന്നേ പാർട്ടി അനുഭവം ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 മാസം മുന്നേ ആയിരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം ഞാൻ ചവറയിലാണ് മത്സരിച്ചത്. 4000 വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടായി. അതിനുശേഷം തുടർന്നും മണ്ഡലത്തിൽ സർവ്വസജ്ജമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികൾ അനൗൺസ് ചെയ്യുന്നതുവരെയും ഞാൻ കൊല്ലവും ചവറയും കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, കേരളത്തിലുടനീളം ഞാൻ സ്പോർട്സ് സെല്ലിൻ്റെ കൺവീനറും കൂടിയാണ് BJPയുടെ. അപ്പോൾ കേരളത്തിലുടനീളം പാർട്ടി പരിപാടികളിലും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടും കൂടി ഇരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ സംസ്ഥാന സമിതി അംഗവും കൂടിയാണ്. അപ്പോൾ പാർട്ടിയിലുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഒരിക്കലും ഇത് വിട്ടുപോയിട്ടില്ല. നമ്മളെ പാർട്ടി വിട്ട് ഞാൻ വേറൊരു പാർട്ടിയിലോട്ട് പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക, മറ്റ് സ്ഥാനാർത്ഥി ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസൊക്കെ നിന്ന് മത്സരിച്ചിട്ട് അവർ പൊടിയും തട്ടി പോയതുപോലെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അതും കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മത്സരിക്കുന്ന ആരും ആയിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഇതൊരു വലിയ കർത്തവ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം അത് വളരെ അർപ്പണബോധത്തോടു കൂടി നമ്മൾ നിറവേറ്റുക എന്നുള്ളത് നമ്മുടെയും കടമയും കൂടിയാണ്. കാരണം അവർ നമ്മളെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതേപോലെ അത് കാണിക്കാനുള്ള ബാധ്യത കൂടെ നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആര് ഈ പൊളിറ്റീഷ്യനും, അതായത് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും ഇതെല്ലാം മനസ്സിലാക്കി വേണം തീർച്ചയായിട്ടും അത് ഏത് പാർട്ടിയിലെ ആളായിക്കോട്ടെ, ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, രാഷ്ട്രീയത്തിലേക്ക് തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മറിഞ്ഞും കണ്ടും വേണം ഇറങ്ങാനായിട്ടെന്നുള്ളതാണ്. അതായത് ഇലക്ഷന് മത്സരിക്കുക എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമോഹങ്ങൾ കിട്ടുമെന്നുള്ള രീതിയിലോ തീർച്ചയായിട്ടും ഇറങ്ങരുത്. തീർച്ചയായിട്ടും അവർ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ആളായിട്ട് മാറി വേണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ കൂടിയാണ്.